വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയം കോട്ടയം കുമരകം സ്വദേശിയിൽ മാറ്റിവെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. 5 മണിക്കൂർ ശസ്ത്രക്രിയ നീണ്ടുനിന്നു. ടോബി ജോൺസണുണ്ട് വിവരങ്ങളുമായി. ടോബി, ഏറ്റവും പുതിയ അപ്ഡേഷൻ. സുഹൈൽ, ഏകദേശം 5 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ശസ്ത്രക്രിയ നടത്തിയ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ആളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അരുണിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടം കൊണ്ട് പൂർത്തിയാകുന്നില്ല പ്രൊസീജിയറുകൾ. ഇനിയും വരും ദിവസങ്ങളിലെല്ലാം തന്നെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നടപടികളിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കടന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിൽ 12 ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജ്. അത് ഇപ്പോൾ അവസാനത്തേതാണ് ഈ അരുണിന്റെ ശസ്ത്രക്രിയ നടന്നത്. എന്തായാലും ഇന്ന് ഏകദേശം 2 മണിയോടുകൂടിയാണ് അവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം എയർ ആംബുലൻസിൽ കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് 3 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചിരുന്നു. 8 മണിയോടുകൂടി ഇത് അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ഏറ്റുമാനൂരത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള മന്ത്രി VN വാസവൻ അല്പസമയത്തിന് മുമ്പാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ കുറിച്ചത്. ഈ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. വിജയകരമായി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നുള്ള ഒരു വിവരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ എല്ലാം നടക്കാനുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ശരി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയം കോട്ടയം കുമരകം സ്വദേശിയിൽ മാറ്റിവെച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.